ഗൈസ്, അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ നമ്മളൊരു കിടിലൻ ഒരു യുദ്ധഭൂമി കണ്ടുപിടിച്ചു ഗൈസ്. അവിടെ പലോപ്പോ ടു പാല റൂട്ടിൽ. അപ്പം നമുക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ നമുക്ക് ഈ വണ്ടി വേണം. ഈ വണ്ടി അല്ലാതെ വേറെ ഏത് വണ്ടി എടുത്താലും നമുക്ക് പോകാൻ പറ്റില്ല, ഈ വണ്ടി തന്നെ വേണം. അപ്പോൾ ഈ വണ്ടിയുടെ ലിങ്ക്, മോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ ഇതുപോലത്തെ ഇഷ്ടം പോലെ ഹിഡൻ പ്ലേസസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മൾ പലോപ്പോ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ലോഡിങ് മാപ്പ് കഴിയുന്നവരെ മാപ്പ് നോക്കി തന്നെ പോവുക. സെക്കൻഡ് ലോഡിങ് മാപ്പ് എത്തുന്നവരെ ഒരു ലേശം ഒരു ലോങ് എന്നൊക്കെ പറയാം ഗൈസ്. ഇപ്പം ഇന്നലെ നമ്മളൊരു കിടിലൻ അണ്ടർഗ്രൗണ്ട് കേവ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഈ ബസ്സിൻ്റെ അത് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ച സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ യുദ്ധഭൂമിയും അതുപോലെ നമ്മുടെ മറ്റേ ഇന്നലെ പോയ അണ്ടർഗ്രൗണ്ട് കേവും ആണ്. അത് രണ്ടും എൻ്റെ മക്കളെ ഇച്ചാൽ വേറെ ലെവൽ സാധനം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം. കണ്ടാൽ ഞെട്ടിപ്പോയി സംഭവം. ഞാൻ ഇന്നലെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് കേവൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി കരിയർ മോഡിട്ട് ഈ റൂട്ടിൽ കൂടെ പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കട്ട് റോഡ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിന്ന് നമുക്കൊരു ഏകദേശം ഒരു ഇത് കാണും. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി വേണം, എന്നാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. അതിൻ്റെ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഈ വണ്ടി പിന്നെ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ ഒരു വണ്ടി നേരത്തെ തന്നെ കയറ്റി വെച്ചായിരുന്നു. ഒരു 3-4 ദിവസം മുന്നേ തന്നെ ഈ വണ്ടി എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കയറുന്നത് പിന്നെ വേറെ ഇപ്പം മോഡ് തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ മോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വണ്ടി എടുത്തുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള വണ്ടികൾ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വണ്ടി സുഖമായിട്ടും കയറിപ്പോവും. ഈ വഴിക്ക് നല്ല സ്പീഡും ഉണ്ട്. 0 to 200 ഒക്കെ ഒരു 10 സെക്കൻഡിലാണ്. നല്ല റോഡാണെങ്കിൽ കയറി പോകണ സാധനം. അപ്പം നമുക്ക് ഈ വണ്ടിക്ക് കുറച്ചൊരു കൺട്രോള് സെറ്റ് ആവണമെങ്കിൽ ലേശൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എക്സ്റ്റീരിയറിനേക്കാൾ ഇൻറ്റീരിയർ ഇട്ടാലാണ് ഈ വണ്ടിക്ക് കൺട്രോൾ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ മാപ്പ് കിടക്കുന്നതൊരു തലതിരിഞ്ഞാണ് കിടക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മാപ്പിൽ ഇടത്തോട്ട് തിരിയാൻ കാണിച്ചാൽ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാലേ ആ മാപ്പിൽ GPS കറക്റ്റായിട്ട് കാണിക്കുള്ളൂ. GPS എന്തോ തലതിരിച്ച് വെച്ചെന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ എല്ലാ വണ്ടിക്ക് താഴെയാണല്ലോ GPS വരിക, അതല്ലേ സൈഡിൽ. ഇത് മുകളിൽ സൈഡിൽ കൊണ്ട് വെച്ചെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനത്തെ സംഭവം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ മാപ്പിൽ നോക്കി തന്നെ നേരെ പോയാൽ മതി. സെക്കൻഡ് മാപ്പ് എത്തുന്നവരെ വലിയ വേറെ തെറ്റാനൊന്നുമില്ല. സെക്കൻഡ് മാപ്പ് എത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറാനുണ്ട്, ഒരു 2 സെക്കൻഡ്. അപ്പം അതുവരെ നിങ്ങൾ മാപ്പിൽ നോക്കി തന്നെ പോവുക ഗൈസ്. പിന്നെ നമ്മൾ റോഡ് ടു 10K ആണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മൾ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. അപ്പം അത് നിങ്ങളുടെ നേരിട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഇതാക്കി വെക്കുക. ബെല്ലൈക്കൺ ഒന്ന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക, ഓളാക്കി വെക്കുക ഗൈസ്. ഇപ്പോൾ സെക്കൻഡ് മാപ്പിലോട്ടൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ലേശം ഒന്ന് പോകാനുണ്ട് നമുക്ക് ഗൈസ്. അപ്പം നമ്മുടെ സെക്കൻഡ് മാപ്പ് നമ്മുടെ ഈ പലോപ്പോ ടു പാല റൂട്ടിലുള്ള സെക്കൻഡ് മാപ്പ് നല്ല സീൻ റോഡാണ്. കിട്ടിലും നമ്മുടെ വളവൊക്കെ ഉള്ളൊരു ഹെയർ പിൻ അല്ലെങ്കിലും നമ്മുടെ അത്യാവശ്യം നല്ല ഡ്രിഫ്റ്റ് അടിക്കാൻ വരുന്ന വളവുകളൊക്കെ ഉള്ള റോഡാണ്. ഇപ്പം നിങ്ങൾ കാണുന്നില്ല, നമ്മളിപ്പം ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ നമ്മുടെ ഏതെങ്കിലും മരത്തിൻ്റെയോ വീടിൻ്റെ ഒക്കെ വാതിലിൻ്റെ അകത്ത് പോയിരിക്കും ഗൈസ്. അങ്ങനത്തെ റോഡാണ് ഇതൊക്കെ. അപ്പം ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാനൊന്നും പാടില്ലാത്ത സ്ഥലമാണ്, ഹൈലി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പം നമ്മളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. നമ്മുടെ ഒരേ ഒരു ടാർഗറ്റ് നമ്മുടെ ഹിഡൻ പ്ലേസ് മാത്രം. ഓക്കെ, അന്നേരം നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തപ്പോൾ ഇങ്ങോട്ട് തിരിച്ചും ബ്ലിങ്ക് ചെയ്ത് കാണിച്ചു ഗൈസ്. നല്ല ഡ്രൈവർ, നീ നല്ലവനാടാ, നീ സൂപ്പറാടാ. ഇങ്ങനത്തെ ഒക്കെ വളവ് വരുമ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി, നമ്മുടെ വേറെ ഡിഫൻഡറും അതുപോലെ താറൊക്കെ ആണെങ്കിൽ ആ വന്ന സ്പീഡിൽ തന്നെ ഒടിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇതങ്ങ് ഒടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ കാട്ടിൽ കയറി കിടക്കും ഗൈസ്. അതാണ് ഈ വണ്ടിയുടെ കുഴപ്പം ഗൈസ്. നമ്മൾ സെക്കൻഡ് മാപ്പിൽ ഇങ്ങനത്തെ കുറച്ച് മഡി റോഡൊക്കെ കിട്ടും. ഇങ്ങനെ ഒരു ഫുള്ള് റോഡിൻ്റെ ടാറിങ് ഒന്നും കഴിയാത്ത സൈസ് റോഡ് കിട്ടും. ജസ്റ്റ് മിസ്.
അത് മറ്റേ എക്സ്റ്റീരിയർ ക്യാമറ ആണെങ്കിൽ ഇപ്പോൾ ഡ്രിഫ്റ്റ് ആയത് നിങ്ങൾക്ക് കാണുന്നു ഗൈസ്. ഇൻറ്റീരിയർ ആയതുകൊണ്ട് ഇപ്പോൾ കണ്ടു കാണില്ലായിരുന്നു. അതാണ് ഇൻറ്റീരിയർ ക്യാമറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻറ്റീരിയർ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ നോർമൽ വണ്ടികൾ കയറാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ വണ്ടി വെച്ച് കയറ്റാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ ഫ്ലോപ്പാവും. അന്നേരം ഈ വണ്ടി വെച്ച് കയറുന്ന സ്ഥലങ്ങളിലൊക്കെ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഈ വണ്ടിയുടെ ഫുൾ യൂസസ് ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ സ്ഥലം അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളൊരു നല്ലൊരു ടാറിങ് റോഡിൽ കയറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു പമ്പ് കിട്ടും. പമ്പ് കഴിഞ്ഞ ഉടനെ തന്നെയായി നമ്മുടെ ഈ സ്ഥലം. പമ്പിൻ്റെ ഇവിടെ നിന്ന് അടുത്ത് തന്നെ ആയി നമ്മുടെ ആ വാർ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഗൈസ്. അപ്പം നമ്മൾ ഈ പമ്പിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ GPS പ്രൊജക്റ്റ് ചെയ്യാം. നമ്മൾ ആ പമ്പിൻ്റെ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് നേരെ വിട്ടോളുക. ഇവിടെ നിന്ന് നേരെ പോയി കഴിയുമ്പോൾ GPS നമുക്ക് സ്ട്രെയിറ്റ് പോകാൻ കാണിക്കും. ഇവിടെ നിന്ന് നമ്മൾ എത്തിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ലെഫ്റ്റിലോട്ട് റോഡിൽ കയറണം. ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞ് നേരെ പോവുക. നേരെ പോയിട്ട് നമുക്ക് റൈറ്റിലോട്ടുള്ള റോഡ് എടുക്കണം. റൈറ്റിലോട്ട് മാപ്പ് മാറിയിട്ടുണ്ടോ നോക്കണ്ട, പക്ഷേ ഈ ടേണിങ് ചെയ്തിട്ട് നേരെ പോകണം. നേരെ പോയിട്ട് ഇപ്പോൾ എത്തും കഴിച്ച് നമുക്ക് സ്പോട്ടിൽ. ഇപ്പോൾ വളയാൻ ഇടത്തോട്ട് ഇതുണ്ടോ ഈ റെഡ് ബാരിക്കേഡുകൾ വെച്ച സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകണം. നമ്മൾ എല്ലാ വണ്ടികളും ഇതിൻ്റെ ആ ഒരു ക്ലോസ് ചെയ്ത ഭാഗം വരെ പോവും. ഞാൻ കാണിച്ച ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി. നമ്മുടെ നോർമൽ വണ്ടിയിൽ ഇവിടം വരെ പോകുള്ളൂ. പക്ഷേ ഇതിന് ഈ സെക്കൻഡാമത്തെ ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനായിട്ട് വണ്ടി ഇങ്ങനെയാണ് ടയർ മാറ്റാം ഗൈസ്. ഇതിലാണെങ്കിൽ എളുപ്പം പോകും ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് കണ്ട ഒരു കുറച്ച് മുന്നേ ഒരു യുദ്ധം കഴിഞ്ഞൊരു ഫീല്. ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളൊരു യുദ്ധം കഴിഞ്ഞ ഫീലാണ് ഇവിടെ. ഒരുമാതിരി ഭയങ്കര പുകയും എന്താണ് പറയാനില്ല ഗൈസ്. ഇതൊക്കെ ബസ്സിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ പലസ്തീൻ വാറൊക്കെ നടന്നില്ലേ, ഏകദേശം ഇത് കാണുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ശരിക്കൊരു യുദ്ധം നടന്ന പോലെ കണ്ടില്ലേ. നമ്മൾ ആ ഇൻകമിങ് ബുള്ളറ്റ്സ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സാൻഡ് ബാഗൊക്കെ വെച്ചിട്ടുള്ള പോലെ എങ്ങനെ പണിത് വെച്ചേക്കുന്നൊരു നമ്മുടെ ഈ കാശ്മീർ ബോർഡറിൻ്റെ അകത്ത് ആ കാശ്മീർ സിറ്റിക്കകത്തൊക്കെ ഉള്ളൊരു ആ ടൗണിൻ്റെ അകത്തുള്ള ആ കടകളൊക്കെ അടച്ച് മൊത്തം ഒരു വാർ കഴിഞ്ഞിട്ട് ഗ്രനേഡും ബോംബും ഒക്കെ എറിഞ്ഞിട്ട് വീടൊക്കെ തകർന്നിരിക്കുന്ന ആ ഒരു ഫീൽ നമ്മുടെ വണ്ടിയുടെ ബോഡി ആകാശമുണ്ട് കേട്ടോ. തിരിച്ച് പോകുമ്പോൾ നമുക്ക് കയറ്റാതെ. പിന്നെ ഗൈസ് ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് കയറുന്ന സ്ഥലം തൊട്ട് നിങ്ങൾ ഇങ്ങനെ ഇത് ടയറാക്കിയിട്ട് നമ്മുടെ ഈ ബോഡി പൊക്കിയിട്ട് വരരുത്. നമ്മൾ വരില്ല. എനിക്ക് 2 പ്രാവശ്യം ഫ്ലോപ്പായി എങ്ങനെ വന്നിട്ട് നമ്മൾ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ വേണം മാറ്റാൻ വേണ്ടിയിട്ട്. അത് വണ്ടി നിർത്താണ്ട് തന്നെ മാറ്റണം. നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ബ്ലോക്കായി പോകും ഗൈസ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഡേ ടൈം വ്യൂ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു നൈറ്റ് ടൈം വ്യൂ കൂടെ ഞാൻ കാണിച്ചാൽ. അപ്പോൾ ഇതാണ് ഈ നൈറ്റ് ടൈം വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഒരു ടൈം നമ്മുടെ ഗെയിം സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പം ഓക്കെ, ബായ്.